ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അത്തിപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മൂപ്പര് ദേവശാലയിൽ നിന്ന് കൊണ്ടുവന്നാണ്, ആരോ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത് നാടൻ അത്തിപ്പഴമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടൗണുകളിൽ കൂടെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളെ താടൂർ ഒക്കെ ഉണ്ട് ഇതിൻ്റെ മരങ്ങൾ കേട്ടോ. അപ്പോൾ ആ അത്തിപ്പഴമാണ് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് തിന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പഴുത്തിട്ടുണ്ട്. ഇത് വെട്ടുമ്പോൾ ഇതിന്നൊരു ചെറിയൊരു കറ പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് വെട്ടി നോക്കിയത് 3 കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കട നടത്തുന്ന ഒരു ബായി കൊടുത്തതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ടേസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടെന്നാൽ അധികം പുളിയുമില്ല, അധികം മധുരമില്ല, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ 3 പേരും തിന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇത് ഉണക്കിയെടുക്കുമ്പോൾ റൗണ്ടിലാണല്ലോ വരുന്നത്. അപ്പോൾ റൗണ്ടാക്കി കട്ടാക്കിയിട്ട് വെട്ടി ഉണക്കുന്നതാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. മധുരം ചെറുതായിട്ടുള്ള മധുരമുള്ളൂ, ചെറുതായിട്ടുള്ളൊരു പുളിയും ചെറുതായിട്ടുള്ളൊരു മധുരം കേട്ടോ. ഒരെണ്ണം നല്ല പഴുത്തിട്ടുണ്ട്, മറ്റേത് 2 അധികം പഴുത്തിട്ടില്ല. അപ്പോൾ ഇത് പഴുത്തത് എങ്ങനെ ഇവിടെ എത്തി, പൊട്ടാതെ എങ്ങനെ എത്തി എന്നുള്ളത് ഒരു അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ 3 നല്ല വലിയതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഷെയ്ക്ക് അടിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ അരി നല്ല ചെറിയ കസ്കസിൻ്റെ പോലെയുള്ള സൈസ് അരിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇന്ന് മോള വകയാണ് വൈകുന്നേരത്തേക്ക് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സോയാബീൻസ് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അവൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ സ്കൂളിൽ ലീവൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ലെമണും ഇഞ്ചി ഏലക്ക ഇട്ടിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോ എടുത്തപ്പോൾ അതും പോയി എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. സമയമല്ല, ഒന്നാമത് ഞാൻ ഒരു നൈറ്റി ഉണ്ടായിരുന്നു, അത് തയ്ക്കാനിരുന്നത് തയ്ച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തന്നെ 1:30 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ താഴെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ എടുക്കാൻ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ വന്നിട്ട് ഓടി വന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസിലൊരു ഇഞ്ചിൻ്റെ കയ്പ്പും എന്തൊക്കെയാണ് പറഞ്ഞവർ കേട്ടോ. വലിയ ടേസ്റ്റൊന്നുമില്ല, ഇനി ഇത് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇഞ്ചി ചിലപ്പം കുറച്ച് അധികം ആയിട്ടുണ്ടാവും, അതായിരിക്കും ഇഞ്ചിൻ്റെ കയ്പ്പ്. എന്നാലും തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞിട്ട് കുടിച്ചു വിട്ടു കേട്ടോ. പിന്നെ ഇറച്ചിക്കറി പൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറച്ചി വന്നിട്ട് കുറച്ച് എരിവില്ലാതെയും കുറച്ച് എരിവൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു അത്തിപ്പഴം ഇന്ന് എടുത്തിട്ട് വൈകുന്നേരത്തേക്ക് ഫ്രൂട്ട്സിന് ഇടാമെന്ന് വെച്ചിട്ട് അത് മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെട്ടി പാത്രത്തിലാക്കുന്ന പണിയൊക്കെ മോൾക്കാണ് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഈ 2 തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അവൾ പാത്രം തയ്ച്ചെടുത്തിട്ട് ഈ 2 കട്ട്ലേറ്റും ഈത്തപ്പഴവും ഒക്കെ അങ്ങനെ തനിച്ച് ഓരോരുത്തർക്കായിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓളെന്നെയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ജ്യൂസിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് മോനും കാക്കയും പറയണേ, ഇനി ഈ ജ്യൂസ് ഉണ്ടാക്കണ്ട കേട്ടോ, നിമ്മച്ചി തന്നെ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചിലപ്പോൾ ഇഞ്ചി ജാസ്തി ആയിട്ടായിരിക്കും കേട്ടോ കയ്പ്പ് വന്നിട്ടുള്ളൂ. അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.